കുഞ്ഞുമായി ഓശാന പെരുന്നാളു വന്നു അമ്മേ ശക്തി തരുകയില്ലേ എല്ലാരും ചൂടണം കല്ലാടു നെഞ്ചിരന്നേ കല്ലാടു നെഞ്ചിരന്ന് ചക്കര തുണ്ടാണോ കണ്ടതയ്യ. എനിക്ക് ആ പണം 4 വരികയേ ഉള്ളൂ, 2 പേരുണ്ടായി. സുഹൃത്തുക്കളെ, WWMA ഗോൾഡ് ക്ലബ് മേളാങ്കത്തിലേക്ക് സ്വാഗതം. നാട്ടിൽ നിന്നും വിസിറ്റിംഗ് വിസയിലെത്തുന്ന മാതാപിതാക്കൾക്ക് ഈ നാട്ടിൽ, ഈ ഓസ്ട്രേലിയയിൽ അവരുടെ ജീവിതത്തിലേക്ക് അല്പസ്വല്പം സന്തോഷവും ഉല്ലാസവും പകരാനുള്ള ശ്രമത്തിൻ്റെ ഫലമായി വാഗാബാഗയിലെ മലയാളി അസോസിയേഷൻ്റെ സപ്പോർട്ടിൽ രൂപപ്പെട്ടതാണ് ഗോൾഡ് ക്ലബ്. എല്ലാ 2ാം ശനിയാഴ്ചകളിലും വൈകുന്നേരം ഒത്തുചേർന്ന് തമാശകൾ പറയാൻ, ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ, അല്പസ്വല്പം കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ, ഫൺ ഗെയിംസിൽ പങ്കുചേരാനെല്ലാം അവസരം മേളാങ്കത്തിൽ. വായനക്കാർക്ക്, വായിക്കാൻ താല്പര്യമുള്ളവർക്ക് മലയാളം പുസ്തകങ്ങൾ ലഭ്യമാക്കുന്നു. ആരോഗ്യരംഗത്തുള്ളവരുടെ വിദഗ്ധ ഉപദേശങ്ങൾ ലഭ്യമാക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നു. 2025 ജനുവരി മേളാങ്കത്തിൻ്റെ വീഡിയോ JP5 മീഡിയയിലൂടെ ഇതോടൊപ്പം സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഷാജി ഐമനം, കോർഡിനേറ്റർ, ഗോൾഡ് ക്ലബ്. നമുക്കിരിക്കാം. നമ്മുടെ പ്രോഗ്രാം കവർ ചെയ്യുന്നത് JP മീഡിയ ബൈ ജോസഫ് മീഡിയയിലാണ്. നമുക്ക് സൗണ്ട് സിസ്റ്റം എത്തിച്ചു തന്നിട്ടുണ്ട് മിസ്റ്റർ ആന്റണി അമ്മേനെ വിളിക്കാനായിട്ട് പുറത്തോട്ട് പോയിരിക്കുകയാണ്. 40 പേരാണ് വരുമെന്ന് പറഞ്ഞിരുന്നത്. ഏതാണ്ടൊക്കെ അത്രയും ആൾക്കാരൊക്കെ എത്തി. കഴിഞ്ഞ മീറ്റിങ്ങിൽ പങ്കെടുത്ത ചിലർ ഇത്തവണ എത്താതെയുണ്ട്. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ചിലർ ഈ മാസം തന്നെ നാട്ടിലേക്ക്, ഈ മാസം അടുത്ത മാസമായിട്ട് കടന്നു പോകുന്നവരുണ്ട്. അവരാജേട്ടനെ ക്ഷണിക്കും. എനിക്ക് സ്വാഗതം ചെയ്യാനുള്ള നമ്മുടെ വിഭാഗയിൽ ആദ്യം എത്തിച്ചേരാൻ ജോയിക്കാട്ടനാണ്. ജോയിക്കുട്ടിയെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേരാൻ എല്ലാവർക്കും സ്വാഗതം ചെയ്യണം എൻ്റെ കർത്തവ്യം. ഞാനിത് പറഞ്ഞ പോലെ തന്നെ ഞാനും അടുത്ത മീറ്റിംഗ് ഞാൻ ഉണ്ടാവില്ല. വൈഫ് പ്രത്യേകമായി വരാൻ പറ്റില്ല. സോറി ടു റോസഫിന്റെ ഭാര്യ പറയുന്നത്. ഞങ്ങൾ അടുത്ത മാസം പോകും. നിങ്ങളുടെ അടുത്ത മീറ്റിങ്ങിന് മുമ്പായിട്ട് പോകും. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ഈ മൈക്ക് ഷാജിയെ എത്തിക്കും. നമ്മുടെ മലയാളി അസോസിയേഷന്റെ രക്ഷാധികാരി കൂടിയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വഴി പോകാൻ ഇരിക്കുമ്പോൾ അവറാച്ചാൻ അവിടെ അവരുടെ അംഗങ്ങളൊക്കെയായിട്ട് സിഡ്നിക്ക് പോകാൻ വന്നതാണ്. പക്ഷെ ഞാൻ വളരെ തന്നെ ആയതുകൊണ്ടും വളരെ സമയം വരെ 1:30 രാത്രിയാണ്. ഞാൻ ഉറക്കച്ചോടിയിരിക്കുമ്പോൾ അവറാച്ചാൻ എന്നെ തട്ടി വിളിച്ച് മലയാളിയാണെന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്നാണ് നോക്കുന്നത്. അപ്പൊ ആരുമില്ല, മലയാളികൾ ഇല്ല എന്നുള്ള തോന്നലിൽ ഇരിക്കുമ്പോഴാണ് അവറാച്ചാൻ. അപ്പോഴേ എനിക്ക് തോന്നി അവറാച്ചാൻ ഒരു പുലിയാണെന്ന്. റിട്ടയർഡ് അധ്യാപകരാണ്. നമുക്ക് വീണ്ടും കാണാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത പ്രാവശ്യം സംസാരിക്കാം. ഞാൻ കോട്ടയം ജില്ലയിൽ കാഞ്ഞപ്പള്ളി താമസിക്കുന്നു. എൻ്റെ മോൻ ഇവിടെ വർക്ക് ചെയ്യുന്നു. മോനും മരുമോനോട് വർക്ക് ചെയ്യുന്നു. പേര് സെബാസ്റ്റ്യന്. എൻ്റെ വൈഫ് റോസമ്മ കൂടെയാണ്. എൻ്റെ പേര് മാത്യു എന്നാണ്. മാത്യു തോമസ് കുറ്റിക്കാട്ട്. എൻ്റെ മകനാണ് ഇവിടെ ഉള്ളത്, ഡെന്നീസ് മാത്യു. ഞാൻ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കൽ നമ്മൾ കോഴിക്കോടുകാരാണ്. ഏറ്റവും ഇടുക്കി ജില്ലയുടെ അതിരില്ല കോഴിക്കോട്. എൻ്റെ മെയിൻ പരിപാടി കൃഷിയായിരുന്നു. കുറച്ച് നാളെ രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു. കോഴിക്കോട് ഗ്രാമപഞ്ചായത്തിൽ 5 വർഷം മെമ്പറായിരുന്നു. 5% ആക്കി 40% ആക്കി. എൻ്റെ പേര് ജോയി. എൻ്റെ വീട് കോട്ടയത്ത് നിന്ന് ഒരു 7 കിലോമീറ്റർ അടിച്ചതായിട്ടുള്ള സ്ഥലത്താണ്. എനിക്ക് 3 മക്കളാണ്. എൻ്റെ പേര് ശോശാമ്മ. എനിക്ക് ഈ കൂട്ടായ്മ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് വന്നത്. എല്ലാ കൂട്ടായ്മയ്ക്കുണ്ട്. പിന്നെ എൻ്റെ ജീവിത പങ്കാളി ഇല്ല.
26 കൊല്ലമായി. എനിക്ക് 7 മക്കളുണ്ട്. ലളിത, എൻ്റെ 2 മക്കൾ വിനീത, വിധി. ഞങ്ങൾ 14-ാം തീയതി പോവുകയാണ്. ഞങ്ങൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. ഇനി പോയിട്ട് 6 മാസം കഴിയുമ്പം വരും. ചൂണ്ടിക്കാണിച്ചേ ചൂണ്ടിക്കാണിക്കുന്ന എഴുതിട്ടില്ലേ? അല്ലെ അറിയാമല്ലോ പ്രാവശ്യം എൻ്റെ പേര് ഫിലോമിന. ഞാൻ എൻ്റെ നാട് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട ജില്ലയിലാണ്. ഞാനൊരു തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലാണ്. എനിക്ക് 2 മക്കളാണ്. എൻ്റെ പേര് മാഗി വർഗീസ്. എൻ്റെ ഹസ്ബൻഡാണ് ഫൈസൽ. എൻ്റെ പേര് മേമ, ഷാനിയുടെ വൈഫാണ്. വൺസ് നമ്മൾ ഇതിനകത്ത് വന്നു കഴിയുമ്പോൾ നമുക്കൊരു നേരമ്പോക്കാണ്. നമ്മളെല്ലാവരും തന്നെ ഓൾമോസ്റ്റ് റിട്ടയർഡാണ്. പക്ഷേങ്കിൽ നമ്മുടെ പഴയ കാലത്തെ പറ്റി ഒന്ന് ചിന്തിക്കാനോ അയവിറക്കാനോ ഒക്കെ എല്ലാവർക്കും, അതായത് ഇന്നത്തെ ന്യൂ ജനറേഷന് മുന്നിൽ അത് ഒന്നുമില്ല. പക്ഷെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ പലതും നമ്മളിലുണ്ട്. നമ്മളതൊക്കെ ഇങ്ങനെ ഇനി എന്താണെന്നോർത്തുകൊണ്ട് കളഞ്ഞു കിടക്കുകയാണ്. പക്ഷെ അതിലേക്കൊക്കെ ഒന്ന് നമ്മൾ തിരിച്ചു വരാനായിട്ട് ഈ അവസരം ഉപയോഗിക്കാൻ നന്നായിരിക്കും. ശരിയാ, കോർണറിൽ ഇരുന്നൊരു കമൻറ്റ് പറഞ്ഞു, ഓസ്ട്രേലിയ റിട്ടയർമെന്റിന് ഏജ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വർക്കിംഗ് ആണ്, ഒരു നേഴ്സാണ്. വളരെ സന്തോഷം. ഇങ്ങനെ ഒരു സംഘടന ഉണ്ടായിരുന്നു. ഈ സംഘടനയിൽ വന്ന് പ്രവർത്തിക്കുന്നത് എല്ലാവരുടെയും സന്തോഷം കണ്ടിട്ടും നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. എൻ്റെ പേര് ഏലിയാമ്മ ജോസഫ്. എനിക്ക് 2 മക്കളാണ്. ഒന്ന് റജി, ഒരാളെ റജി, പിന്നെ ഒരു മോളോടെ ഉണ്ട്. അവൾ അമേരിക്കയിലാണ്. റജി ഇവിടെ ബേസ് അല്ല ട്രാൻസ്പോർട്ട്, റേഷൻ ട്രാൻസ്പോർട്ട് വർക്ക് ചെയ്യുന്നു. ജെയിൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. കോഴിക്കോട് ജില്ലയിലാണ് വീട്. താങ്ക് യു. എൻ്റെ പേര് മേരി. ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കണ. ഭർത്താവ് കൂത്താട്ടോളത്താണ് എൻ്റെ വീട്. എൻ്റെ പേര് റോസ്ലി. മൂവാറ്റുപുഴയാണ് വീട്. എൻ്റെ മോൾ. എൻ്റെ പേര് ലീല മജുവി. കുറ്റിക്കാട്ട്. എൻ്റെ വീട് ചാലക്കുടിയിലാണ്. ഞാൻ കുറ്റിക്കാട്ട് ആര്യയാണ്. എനിക്ക് 4 പെൺകുട്ടികളാണ്. മൂത്ത അവിടെ മുരിക്കാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ 3 മക്കളും. ഞാനൊരു ഉടുപ്പത്തിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ മലയാളി അസോസിയേഷൻ്റെ പുതിയ സെക്രട്ടറിയാണ് ഷിജി. അങ്ങനെ അസോസിയേഷൻ്റെ ഭാരവാഹികളൊക്കെ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് അസോസിയേഷൻ്റെ ഫണ്ടൊക്കെ നമുക്ക് ഇങ്ങോട്ട് മറിക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഒരു 9 ആയിരം പാദസ്വരങ്ങൾക്കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി. ആയിരം പാദസ്വരങ്ങൾക്കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ വേർപെടുന്ന വേദനയോ വേറിടുന്ന നിർവൃതിയോ ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. ആയിരം പാദസ്വരങ്ങൾക്കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ആരും കാണാതെ ഓളം തീരവും ആരും
സ്വരങ്ങൾ കിലുങ്ങി ഈ നിലാവും ഈ കുളിർക്കാറ്റും ഈ വിടർന്ന കൽപ്പടവുകളും ഓടിയെത്തും ഓർമ്മകളിൽ ഓമലാളിൻ ഗദ്ഗതമോ ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി ആയിരം പാദസ്വരങ്ങൾ കിളുങ്ങി ആലുവ പുഴ പിന്നെയും ഒഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി ആയിരം പദസ്വരങ്ങൾ കിളുങ്ങി. അങ്ങനെ ബുദ്ധിമുട്ടുന്ന പലരെയും വേറെ ചിലരെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും പുരുഷന്മാര്. കാരണം സ്ത്രീകൾക്ക് മിക്കവാറും കുട്ടികളെ നോക്കി അടുക്കളയിലെ സഹായങ്ങളൊക്കെ ചെയ്തൊക്കെ സമയം പുരുഷന്മാർക്ക് സമയം കളയാൻ അത്ര ഈസി അല്ല. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗ മധുരമാന്തരീക്ഷം ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗ മധുരമാന്തരീക്ഷം ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമാന്തരീക്ഷം. മന്ദസ്മിതത്തിനുള്ളിൽ നീ ഒളിപ്പിച്ച മൗന നൊമ്പരം ഞാൻ വായിച്ചു. മന്ദസ്മിതത്തിനുള്ളിൽ നീ ഒളിപ്പിച്ച മൗന നൊമ്പരം ഞാൻ വായിച്ചു. പുതിയ വികാരത്തിൻ മദന പല്ലവികൾ നീ എഴുതി വയ്ക്കൂ. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും പുതിയ പുതിയ പിള്ളേരെ കാണുന്നു, പുതിയ പുതിയ പേരൻസിനെ പരിചയപ്പെടുന്നു. അങ്ങനെ നമ്മളെക്കാൾ മറ്റു ഏത് മേഖലയിൽ പോകുന്നവരെക്കാൾ കുറച്ചും കൂടെ ഡെപ്തിലേക്ക് ഇറങ്ങിച്ചെന്ന അനുഭവങ്ങളുള്ളവരാണ് ടീച്ചേഴ്സ്. ഞാൻ ഒരു റിട്ടയർ ചെയ്ത ഗണിതശാസ്ത്ര അധ്യാപകൻ. അപ്പൊ ചെറിയൊരു കണക്ക് നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം. അടുപ്പിച്ചു നോക്കുക. 4 എന്ന മടക്കം അടുപ്പിച്ചു നോക്കുക. ഈ മടക്കിയ വിരലിന്റെ ഇടത് ഭാഗത്ത് 3 ഉണ്ടാവും അല്ലേ? 3 വിരലുണ്ട്. വലത് ഭാഗത്ത് 6 ഉണ്ട് അല്ലേ? 3 മാർക്ക് അടുപ്പിച്ച് എഴുതുന്നത് വായിക്കുക 36. ഇതാണ് 4, 9, 36. ഇപ്പോ 7, 9 ഏഴാമത്തെ വിരൽ മടക്കം. 7ാമത്തെ വിരൽ മടക്കുമ്പോ ഇടത് ഭാഗത്ത് 6 മനസ്സിൽ വെക്കുന്ന നമുക്ക് 6 ഇടത് ഭാഗത്തും 3 വലത് ഭാഗത്തും 7, 9, 63. ഒക്ടോബർ 31, നവംബർ 30, നമ്മൾ പറയുമ്പോഴും പാടി ഡിസംബർ പ്രാധാന്യവും എഴുതിയവർക്കും അതിന് സംഗീതം കൊടുത്തവർക്കും മനോഹരമായിരുന്നു. കാരണം നമ്മൾ ഏത് മാസം എത്ര ദിവസം ഉള്ളതാണെന്ന് അറിയാനായിട്ടുള്ള ഒരു സിമ്പിൾ ടെക്നിക്ക് ഒരുപാട് വളരെ കണ്ടു. അപ്പൊ ഞാൻ ഓർത്ത് ഓ ഇവിടെ അച്ഛന്മാരുടെ വെള്ളമാണല്ലോ. അമ്പിളികുന്നത്താണ് നമ്മുടെ പെൺപിള വീട്. അവിടെ ചെന്നാൽ ശാപ്പാടെല്ലാം കുശാലാണ്. മട്ടൻ, ചിക്കൻ, മുട്ട വറുത്തതും ഇഷ്ടം പോലെ. അവിയൽ, തോരൻ, സാമ്പാറെല്ലാം വേറെ പിന്നെ. വേണ്ടേ വേണ്ടേ എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ. അയ്യോ നമ്മുടെ അമ്മായിയമ്മയ്ക്ക് എന്തൊരു സ്നേഹം.
ഊണ് കഴിഞ്ഞാൽ ഞാനും വൈഫും മുറിയിൽ കയറി. നാല് മണിക്കൊരു കട്ടൻ കാപ്പിയും കടികളുമായി അമ്മായിയമ്മ തള്ള വരുന്നത് ശല്യം തന്നെ. അമ്മായിയമ്മയും പെൺപിള്ള വീടും ഇല്ലാത്തോരേ. കഷ്ടം നിങ്ങളുടെ ലൈഫിൽ പലതും നഷ്ടം തന്നെ. ഒന്ന് കഴിച്ചു നാല് വരികയേ ഉള്ളൂ, രണ്ടുപേരും ആയിക്കോട്ടെ. വിളക്കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു. ഓശാന പെരുന്നാളു വന്നു. Mummy, under the melody. Then the papa asked the mummy, will you marry me? Meet me tonight in the moonlight. Darling, meet me tonight all alone. And I have a story to tell you. Story that now how it goes. ഒരു വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജോലിയൊക്കെ ചെയ്ത് ഒരു യുവാവ് ആ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അയാളെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നെ ഓർക്കുന്നില്ല, ഞാൻ എന്റെ കണ്ണ് കെട്ടിയിരിക്കുകയായിരുന്നു, അതുകൊണ്ട് നീ ആണ് എടുത്തത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൽ നിന്ന് അതിന്റെ ഈ കഥയുടെ സാരാംശം എന്ന് പറയുന്നത്, നമ്മളിൽ പലരുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം ഉണ്ടാവാം. പക്ഷെ ആ കുറ്റങ്ങൾ തേടി നടക്കാതെ ഒരു പനിനീർ പൂവ് നോക്കാം നമുക്ക്. അതിനകത്ത് മുള്ളുണ്ടാവും, ഞാനൊന്നു തൊട്ടപ്പോൾ നീല കരിമ്പിന്റെ തുണ്ടാണു കണ്ടതയ്യ, ചക്കര തുണ്ടാണു കണ്ടതയ്യ. നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. ഇഷ്ടമാണെന്നൊന്നും ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുമ്പിലെത്തിടുമ്പോൾ നിന്റെ കുരിശിന്റെ നാദങ്ങളിൽ ഞാൻ താനെ മറന്നൊന്നു നിന്നിടുന്നു. ഒന്നും പറയാതെ അറിയാതെ പോയി